എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഓണം സ്വർണോത്സവത്തിന് തിരൂരിൽ തുടക്കമായി. തിരൂർ ഏരിയ തല ഉദ്ഘാടനം മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ആരതി പ്രദീപ് ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് പുതിയ തലമുറ സ്വർണ്ണാഭരണത്തോട് എന്തോ ഒരു വിമുഖത കാണിക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ന്യൂ ജനറേഷന്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക്, യുവതികൾക്ക് സ്വർണ്ണാഭരണങ്ങളോട് ഉള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. സത്യത്തിൽ സ്വർണം ഒരു ഉപയോഗ ആഭരണം മാത്രമല്ല, മറിച്ച് ഒരു കരുതൽ ശേഖരണമാണ്. ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് സ്വർണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ തലമുറയെ ഈ വിഷയത്തെക്കുറിച്ച് ഉത്ബോധനം നടത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതുകൂടി ഈ സ്വർണോത്സവത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഞങ്ങളുടെ 2 വർഷങ്ങളായി നടത്തിവരുന്ന ഒരു സംരംഭത്തിൻ്റെ തിരൂർ തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ മെമ്പർ കുമാരി ആരതി പ്രദീപ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. എന്നെ സംബന്ധിച്ച് മജസ്റ്റിക് എന്ന് പറയുന്ന ഈ സ്ഥാപനം അതൊരു പുതുമയല്ല, ഞങ്ങൾ ഒരു ഹാപ്പി കസ്റ്റമർ കൂടെയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും ഇവിടെ തന്നെയാണ് സ്ഥിരം വരാറുള്ളത്. അപ്പോൾ അവിടെ തന്നെ വീണ്ടും ഒരു അതിഥിയായിട്ട് വരാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, യുവതലമുറ ഇത്തരത്തിലുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇതിനോടൊക്കെ ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതൊരു വാസ്തവം തന്നെയാണ്. എന്നിരുന്നാലും പലർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് കേവലം ഫംഗ്ഷനുകൾക്കും അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ മാത്രം അങ്ങനെ വെയർ ചെയ്യാനുള്ളതാണ് ഗോൾഡ് എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. അതിൽ നിന്നും മാറ്റം വന്നത് കേവലം നമ്മുടെ ഒരു അസറ്റാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് എല്ലാ യുവത്വവും വരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. ആദ്യ കൂപ്പൺ വിതരണം ഗോൾഡ് മെർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CT അബ്ദുൽ അസീസ് നിർവഹിച്ചു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. M മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, അഹമ്മദ് പൂവിൽ, മമ്മി ചെറുതോട്ടത്തിൽ, ഷിഹാബ് ലിയ, K ഖാലിദ് കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. K ജയപ്രകാശ്, ഹൈനസ് ബാവ, അബ്ദുൽ ലത്തീഫ് പോവിൽ, രവി എലൈ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണോത്സവത്തിന്റെ കൂപ്പൺ വിതരണം ഇവിടെ നടന്നു. ഈ സ്വർണോത്സവം കൊണ്ട് ജില്ലാ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 3 വർഷത്തോളമായി വർഷം ഇത്തരത്തിലുള്ള സ്വർണോത്സവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. സത്യത്തിൽ ഇതൊരു സ്വർണ്ണാഭരണ മേഖലയിലെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ ആര് വിസിറ്റ് ചെയ്താലും അവർക്ക് സൗജന്യമായിട്ടാണ് നമ്മൾ ഈ സമ്മാന കൂപ്പൺ നൽകുന്നത്. കാരണം കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് സന്ദർശിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ സൗജന്യ കൂപ്പന് എല്ലാ ഷോപ്പുകളിലും നൽകാനുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 23 യൂണിറ്റുകളിൽ ഇതിൻ്റെ കൂപ്പൺ വിതരണം പൂർത്തീകരിക്കുകയും അതിൻ്റെ പല മേഖലയിലുള്ള ഉദ്ഘാടനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഓണം വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു കാരണമാണ്. ദൂരം എത്രയുണ്ടായാലും മനസ്സ് തിരയുന്നത് സ്വന്തം ആളുകളെയാണ്. ആ കൂടിച്ചേരലുകൾക്ക് മനോഹരമായൊരിടം വേണം. സുഖകരമായ താമസവും സ്നേഹം നിറഞ്ഞ ആതിഥ്യവും. ഈ ഓണം ഓർമ്മകളാകുന്ന നിമിഷങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കാം. റൗബ റെസിഡൻസി, പൊന്നാനി. സ്റ്റേ, ഡൈൻ, സെലിബ്രേറ്റ് ടുഗദർ.